കുഞ്ഞി വിചാരിച്ചു കുറച്ച് ദിവസം പെരേന്ന് മാറി തറവാട്ട് പോയിട്ട് വെല്ലിപ്പാനെയും വെല്ലിമാനെയും കുറച്ച് ബുദ്ധിമുട്ടിക്കാന്ന്. പെരക്കാർക്കൊരു റെസ്റ്റ്, ഞങ്ങൾക്കൊരു ചേഞ്ച്, അത്രേ ഉള്ളൂ. ബസ് സ്റ്റോപ്പിൽ ഓളയും കാത്ത് കുറേ നേരം ഞാനിരുന്ന്. പലതരം ബസ് പോണുണ്ട് വരുന്നുണ്ട്, പക്ഷെ കുഞ്ഞി മാത്രം വരുന്നില്ല. പിന്നെയുള്ള കുറച്ച് ദിവസം നമ്മൾ തറവാട്ട് പോയിട്ട് അങ്ങ് അടിച്ചു പൊളിക്കും. ബസ് സ്റ്റാൻഡിൽ നിന്ന് കുഞ്ഞിനെയും തപ്പിയെടുത്ത് പെരയിലെത്തിയപ്പോക്കിനും സമയം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചായയും കുടിച്ച് ഡ്രസ്സും മാറിയിട്ട് നേരെ ഈ കൂരാക്കൂരിട്ടത്ത് തപ്പിത്തെരഞ്ഞു പോണത് മുല്ലപ്പൂ പറിക്കാനാണ്. കള്ള് കുടിക്കുന്ന ആൾക്കാർക്ക് കള്ള് കിട്ടാണ്ടായാലും കൈ വറക്കാന്ന് പറഞ്ഞിട്ടില്ലേ, അതേപോലെ ഞങ്ങൾക്ക് മുല്ലപ്പൂവിനോടുള്ള വികാരം. മുല്ലപ്പൂ കണ്ടിട്ട് അത് പറിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ കൈക്കൊരു കിരികിരിപ്പിരിക്കും. അതാണ് ഈ നട്ടപ്പാതിരാക്കന്നെ അത് പറിക്കാനായിട്ട് പോയിക്കണത്. എന്താണെന്നറിയില്ല, മുല്ലപ്പൂ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കും ഒരു വീക്ക്നെസ് ആണ്. കുഞ്ഞിനാളില് നമ്മുടെ തറവാട്ടിന്റെ താഴെയുള്ള അയൽവാസി താത്താന്റെ വീട്ടില് ഒരു മുല്ലത്തൈ ഉണ്ട്. അതിൽ നിറച്ച് മുല്ലപ്പൂ ഉണ്ടാകും, കുറേ ഉണ്ടാകും. രാവിലെ സുബീക്കനെ എണീച്ചിട്ട് ഞങ്ങൾക്ക് പോയത് പറിക്കലിരുന്നു പണി. എന്നിട്ട് പെരയിൽ വന്ന് എണ്ണി തിട്ടപ്പെടുത്തി ഓരോരുത്തർക്കും ഭാഗം വെച്ചു കൊടുത്ത് അത് കുത്തിയിരുന്ന് കോർത്ത് കുളിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ തലയിൽ കൂടെ ചുറ്റിയിട്ട് അതിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നു പോകുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അതങ്ങോട്ട് പറഞ്ഞാൽ തിരിയൂല. അപ്പൊ ഏതായാലും രാത്രി കിട്ടിയ മുല്ല മുഴുവനും ഞങ്ങൾ ഇതാ പറിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിക്കണേ. ഇതിന് ഇത്തിരി വെള്ളമൊക്കെ തളിച്ചിട്ട് നമ്മൾ ഇവിടെ അങ്ങോട്ട് വെക്കും. രാവിലെ പിന്നെ ഉണ്ടാവുമ്പം അതും കൂടി പറിക്കുമ്പോൾ രണ്ടും കൂടി കൂട്ടി വെക്കുമ്പോൾ കുറച്ച് തോനെ അങ്ങോട്ട് കിട്ടുമല്ലോ. ഏത് അത് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ട് പല്ല് തേക്കാനും കൂടി നേരല്ലാതെ പാഞ്ഞത് മുല്ലത്തൈനെ ചോട്ടിക്കായിരുന്നു മുല്ലപ്പൂ ബാക്കി പറിച്ചെടുക്കാനായിട്ട്. പക്ഷെ പിറ്റേന്നും കുറച്ച് തോന ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കൂടി നമ്മളിതാ ഒരു പാത്രമൊക്കെ പോയി അയിമലാണ് പിടിച്ച് പറിച്ചെടുത്തിട്ട് വരുന്നത്. ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് ഇവരുടെ അടുത്തേക്കാണ്. തറവാട്ടിലെ വെല്ലിപ്പാന്റെ വെല്ലിമാന്റെ അവകാശം കഴിഞ്ഞാൽ പിന്നെ അടുത്ത അവകാശികൾ ഇതാ ഇവരാണ്. ഇവരെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ എന്ത് പറഞ്ഞാലും ഒന്നും തിരിച്ചു പറയാതെ കേട്ടിക്കുന്ന ആൾക്കാർ ഇവരാണല്ലോ. ഈ പാത്രം എടുത്തുകൊണ്ട് ഞാൻ പോണത് എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തറവാട്ടിന്റെ പറമ്പ് കൂടെ ഇറങ്ങിപ്പോയാലും ഞാൻ നേരത്തെ പറഞ്ഞ മുല്ലത്തായി ഉള്ള നമ്മളെ അയൽവാസി താത്തല്ലേ, താത്താന്റെ പെരേക്കെത്തും. എന്നുവെച്ച് രാവിലെ തന്നെ ഈ ചട്ടിയും കാലും എടുത്തുകൊണ്ട് മുല്ലപ്പൂ തരുമോ ചോദിക്കാനല്ല കേട്ടോ പോണത്. നേരെ പോണത് എന്താ വെച്ചാല് തറവാട്ടിന് ചുറ്റുള്ള അയൽവാസികളെ പെരയിലൊക്കെ ഉള്ള കാടി വെള്ളം ഞമ്മക്കും നമ്മളെ ആടുകൾക്കും മാത്രം അവകാശപ്പെട്ടതാണ്. അപ്പൊ വെല്ലിപ്പ അത് എടുത്തിട്ട് വരാൻ പറഞ്ഞു. അത് എടുക്കാനായിട്ടാണ് ഞാൻ ഈ പോണത്. അപ്പങ്ങളായിരിക്കും ഞാൻ നല്ല കുട്ടിയാണ് രാവിലെ എന്നും ഇതൊക്കെ ചെയ്യുന്നത്. എന്നെ അങ്ങനെ നിങ്ങൾ ആരും നന്മയോളികളാക്കരുത്. തറവാട്ടിൽ വരുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഒരു കൗതുകത്തിന് പുറത്ത് 1-2 ദിവസമൊക്കെ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ കാടിവെള്ളമൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് പിന്നെ അടിക്കലും തുടക്കലും പണിയാളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉമ്മറത്തിരുന്നിട്ട് മുല്ലപ്പൂ കോർക്കുകയാണ്. ഞാൻ കെട്ടിയാണ് കോർക്കണത്. ഓള് സൂചി നൂലും വെച്ചിട്ട് ഇങ്ങനെ കുത്തി കുത്തിയാണ് കോർക്കണത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മമാരുടെ കട്ടപ്പെട്ടി ഫോണിൽ കുറച്ചു നേരം ഇരുന്നിട്ട് മറ്റേ പാമ്പിന്റെ ഗെയിം ഇല്ലേ, അതുണ്ട് കളിക്കും. സത്യം പറഞ്ഞാൽ അതൊരു നൊസ്റ്റു ഫീൽ ആട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ തറവാട്ടിലെ ഒരു രാവിലത്തെ കലാപരിപാടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ പോകുന്ന സമയത്ത് ഉള്ളതെല്ലാം കൂട്ടി നല്ല രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കി തന്ന് അത് മനസ്സും വയറും നിറച്ച് സന്തോഷത്തോടെ ചിരിച്ച് നമ്മൾ കഴിക്കുന്നത് കാണാൻ വെല്ലിപ്പാക്കും ഉമ്മമാക്കും വലിയ ഇഷ്ടമാണ്. അപ്പൊ ഇന്ന് ചെന്നപ്പോൾ വെല്ലി പറഞ്ഞു നമുക്കൊരു സ്പെഷ്യൽ ചിക്കൻ പൊള്ളിച്ചത് ഉണ്ടാക്കാന്നേ. അങ്ങനെ ഒരുപാടൊന്നും ആവശ്യമില്ല, ഞാനും വെല്ലിപ്പയും ഉമ്മയും കുഞ്ഞി മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം വലുപ്പമുള്ള 2 പീസ് ചിക്കൻ മേടിച്ചിട്ട് വന്നു വെല്ലിപ്പ. പിന്നെ അതിലേക്കുള്ള അരപ്പാണ് നമ്മൾ റെഡിയാക്കി എടുക്കണേ. ഇവിടുത്തെ മെയിൻ ഷെഫ് എന്ന് പറയുന്നതും വെല്ലിപ്പന്നെയാണ് കേട്ടോ. അപ്പൊ അതിനായിട്ട് നമ്മളിതാ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും മല്ലിച്ചപ്പും പുതിനയും പിന്നെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചിക്കൻ മസാലയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് ഇച്ചിരി കുരുമുളകും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കുക. വെള്ളം ഒരുപാട് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പകരം നമുക്ക് കുഞ്ഞിന്റെ കുറച്ച് ഓവർലോഡഡ് ക്യൂട്ട്നെസ് വാരി ഇട്ട് കൊടുക്കാം. അപ്പൊ കുറച്ചുകൊണ്ട് അരഞ്ഞു കിട്ടും. എന്നിട്ടും അരഞ്ഞില്ലെങ്കിൽ കുറച്ച് നമ്മൾ നാരങ്ങാനീര് അങ്ങോട്ട് പിഴിഞ്ഞു കൊടുക്കാം. അങ്ങനെ അത് നമ്മൾ സെറ്റാക്കിയതിന് ശേഷം ഈ കാണുന്ന ചിക്കനിൽ കുറച്ച് അധികം വരയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കുക. അങ്ങ് സ്വർഗത്തിലിരിക്കുന്ന ചിക്കൻ അങ്ങ് എരിഞ്ഞ് പൊളഞ്ഞ് അങ്ങോട്ട് പ്രാകണം. അജാതി കാലത്തിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഫുള്ളായിട്ട് തേച്ച് അങ്ങനെ പിടിപ്പിച്ചു. എത്രത്തോളം മസാലയൊക്കെ തേച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നോ അത്രയും നല്ലതാണ്. അത്രയും മസാല അതിമങ്ങ് പിടിച്ചു കിട്ടിക്കോളും. ഞങ്ങൾ രാവിലെ തേച്ച് വെച്ചിട്ട് ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞ് വൈകുന്നേരമാണ് പൊള്ളിക്കാനായിട്ട് പോകുന്നത്. അടുപ്പുള്ളവർക്ക് അടുപ്പിന്റെ മണ്ടേ കയറ്റി വെക്കാം. അല്ലാന്നാണെങ്കിൽ 4 ഇഷ്ടികക്കട്ട വെച്ച് അതിൻ്റെ ഉള്ളിൽ കനലാക്കിയിട്ട് മേലെ ഗ്രില്ല് വെക്കാം. ഉള്ള ഗ്രില്ല് വെച്ചിട്ട് ഒന്നധികം എണ്ണയൊന്നും യൂസ് ചെയ്യാണ്ട് പൊരിച്ച് അല്ലെങ്കിൽ പൊള്ളിച്ച് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. മാസ്റ്റർ ഷെഫ് അവിടെ അത് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ മാസ്റ്റർ പാത്രം കഴുകലുകാർ ഇവിടെ മുല്ലപ്പൂ ഒക്കെ ഇട്ടിട്ട് പാത്രമൊക്കെ കഴുകിക്കൊണ്ട് നിൽക്കുകയാണ്. നമ്മളൊരു സാധാ ഗ്രില്ലൊക്കെ വെച്ചിട്ട് ഇതാ കനലൊക്കെ ആക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ നല്ലോണം അങ്ങ് വേവിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഉമ്മമ്മ അതാ പണിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ മുല്ലപ്പൂ ഇട്ട ഉമ്മമ്മ അവിടെ നിൽക്കിയെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചു നിർത്തുകയാണ്. പക്ഷെ ഉമ്മമ്മ കൊന്നാലും മുല്ലപ്പൂ ഇടലും ഉമ്മമ്മക്ക് ഭയങ്കര നാണമാണ്. ഒന്നാമതേ വീഡിയോ ഓൺ ആക്കി വെച്ചാൽ ഉമ്മമ്മ അധികം അങ്ങനെ മിണ്ടാനും ഇതാക്കാനും നിൽക്കൂല. ഭയങ്കര നാണക്കാരിയാണ്, ഇറങ്ങി ഓടും. പിന്നെ മുല്ലപ്പൂ ഒക്കെ ഇട്ടരാന്നൊക്കെ പറഞ്ഞ് ചെന്നിട്ടുണ്ടെങ്കിൽ തീരെ നിൽക്കൂല. എന്താ ചൂടാവണ
ഇച്ചിരി ഇച്ചിരി ഇത് ഇതിൽ കൂടെ കൗത്തു കൂടെ അങ്ങനെ പുറത്തേക്ക് ഇടുന്നുള്ളൂ. ഉമ്മക്ക് ഭയങ്കര നാണാണ്. മുല്ലപ്പൂട്ടമ്മ. അതെ ഗായ്സ്, നമ്മൾ പിച്ചക്കാരല്ലേ സാജി. ഗൈസ്, നമ്മളിപ്പോ വാട്ട് ഈസ് ദ കറന്റ് സ്റ്റാറ്റസ് ഓഫ് സാജിത്താത്താസ് ഹോം നോക്കാൻ വേണ്ടി പോവാണ്. സാജിത്താത്ത എന്ന് പറയുന്നത് നമ്മുടെ തറവാട്ടിന്റെ അപ്പുറത്തുള്ള അയൽവാസിത്താത്തയാണ് കേട്ടോ. കുറേ വർഷങ്ങളായിട്ട് അവിടെ ഉണ്ടായിരുന്നതായിരുന്നു. പിന്നെ ഇപ്പൊ പുതിയ വീടൊക്കെ എടുത്തിട്ട് താഴോട്ടേക്ക് മാറിയിട്ടുണ്ട്. പണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ എപ്പോഴും പോവായിരുന്നു. ഇവിടെ ഒരു ചാമ്പക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പത്തെ ഇവിടെ എന്താ അവസ്ഥ, ആരും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ കയറി പോയി നോക്കിയതായിരുന്നു ഞങ്ങള്. ഗൈസ്, കുഞ്ഞുങ്ങൾക്ക് പുതിയ എക്സ്പെരിമെന്റ് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. കുഞ്ഞി പറഞ്ഞു കൊടുക്ക്. എക്സ്പെരിമെന്റ് അല്ല, ഞാൻ യൂട്യൂബ് കണ്ടിരുന്നു. ഇന്നോടാണോ ചോദിക്കണേ? എന്തോ കണ്ടു എന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് തുടങ്ങിയിരിക്കണേ. ഇതിന്റെ ഉള്ളിൽ എന്താ കുരു ഉണ്ടാവില്ലേ, അത് ഉപ്പും മുളകും കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റ് ആണ്. കാണിക്ക കുരു. ഇതൊക്കെ ഞാൻ കുടിച്ചപ്പോ ഇങ്ങനെയാണത്. അതാ കുരു നടുവില് കാണുന്നത്. ഇതിങ്ങനെയല്ലോ, ഇതിങ്ങനെ നമ്മളെ കൊക്കോക്കായിന്റെ സാധനം തിന്നൂലേ, അതേപോലെ ഉണ്ടാവണം. ഇതങ്ങനല്ല, എന്തൊക്കെയോ പറയുന്നുണ്ട്. ചക്ക, മാങ്ങ, പുളി, ജാതിക്ക എന്നൊക്കെ പറഞ്ഞ അമ്മ ഓരോന്ന് കൊണ്ടുതരും പണി കഴിഞ്ഞ് വരുമ്പം. പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇരിക്കണ പലകയാണ്. കസേരക്ക് വരം 5-6-7 പലകയാണ് ഇവിടെ ഉള്ളത്. പിന്നെ അമ്മ ഒരു ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചക്ക കൊണ്ട് നല്ല ചക്കക്കൂട്ട ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. ഇവിടുത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുപ്പത്ത് വെച്ചിട്ടാണ് അമ്മ ഫുഡ് ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ ഫുഡുകൾക്കൊക്കെ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഒരു വാഴക്കൊല പറിച്ച് വെച്ചിരിക്കണം അമ്മ പച്ച. അത് കുറച്ച് വെള്ളമൊക്കെ തളിച്ച് വെക്കുകയാണ്. ഞങ്ങൾ പോകുമ്പോഴെങ്കിലും അതൊന്ന് പഴുത്താലും നിങ്ങൾക്ക് 4-5 പഴം തിന്നാൻ തരാലോ എന്ന് വിചാരിച്ചിട്ട് പാവം കഷ്ടപ്പെട്ടത് പഴുപ്പിക്കാനായിട്ട് നോക്കുകയാണ്. ഈ ചക്കക്കൂട്ടാന്റെ മെയിൻ ആളുണ്ടല്ലോ, അത് ഞാനല്ല, അമ്മമാന്റെ മൂത്ത മോളാണ്. അതായത് എൻ്റെ ഉമ്മച്ചിക്ക് ഈ ഇറച്ചിനേക്കാളും മീനിനേക്കാളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചക്കക്കൂട്ടാനും വാഴക്കൂട്ടാനൊക്കെ. അങ്ങനെ ഉച്ച ആകുമ്പോഴേക്കും നല്ല ചക്കക്കൂട്ടാനും വാഴക്കയും ബീഫൊക്കെ കൂടി വെച്ച കറിയും ചോറ് അങ്ങനെയൊക്കെ ആയിട്ട് നല്ല കിടിലൻ ഊണുണ്ടായിരുന്നു. ഇവിടെ മെയിനായിട്ടും ചിക്കൻ്റെ മീനിൻ്റെ ഒക്കെ കൂടെ സൈഡായിട്ട് വലിയപ്പോ എപ്പോഴും ഇതുപോലെ വാഴക്കൂട്ടാന്, ചക്കക്കൂട്ടാന്, ചീരപ്പേരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് നിൽക്കും. അതിനേക്കാളൊക്കെ ഞങ്ങൾ തിന്ന് വളരേണ്ട സാധനം ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഗ്യാപ്പ് കിട്ടിയ ഇന്ത്യയും കുഞ്ഞിന്റെയും പരിപാടി ക്യാമറ ഓൺ ആക്കി വെച്ച് കോഷ്ടികൾ അങ്ങോട്ട് വാരി എറിയുക, കുറെ തുള്ളുക, കുറെ കളിക്കുക, ഇതൊക്കെ തന്നെയാണ്. ഇന്നത്തെ മെയിൻ താരം വേറെ ആരുമല്ല, നമ്മളെ മുല്ലപ്പൂ ആണ്. കുറെ കാലത്തിന് ശേഷം മുല്ല അങ്ങനെ പുറത്ത് കൈ കിട്ടിയോണ്ട് രാക്രാന്തം പിടിച്ച കളിയായിരുന്നു. പിന്നെ ഇതെന്താന്ന് വെച്ചാൽ തലയിൽ കുന്തം കെട്ടി വെച്ചതല്ല, ഇന്ത്യ ഓളൊക്കെ ഉമ്മാന്റെ പഴയ കാലത്ത് കല്യാണ ആൽബത്തിലെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഒരു സാരിയൊക്കെ എടുത്ത് ഒരു നെറ്റൊക്കെ ഇട്ട് ആ നെറ്റിന്റെ മേലെ ഇതുപോലെ ഒരു കുന്തൊക്കെ ഉണ്ടാവും, 2 സൈഡിൽ കൂടെ മുല്ലപ്പൂ ഒക്കെ ഇട്ട് അങ്ങനത്തെ ഒരു ഫാഷൻ ആയിരുന്നു അന്നത്തെ കല്യാണം എന്ന് പറഞ്ഞാൽ. അപ്പൊ അതൊന്ന് റീമേക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയതായിരുന്നു. നല്ല കോമഡി ആയിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ കൂടെ മുല്ലപ്പൂ ഒക്കെ കുറെ താഴേക്ക് കൊഴിഞ്ഞാടി പോകുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ അങ്ങനെ വലിയ മുല്ലപ്പൂ കോർക്കൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടൊന്നും അല്ലാത്തതും കൊണ്ട് ഒരാൾ സൂചി നൂലും വെച്ചാൽ കോർത്തിക്കണേ, ഞാൻ പിന്നെ കെട്ടിയാ കോർത്തിക്കണം. എൻ്റെ വീട് തമിഴ്നാട് ആയതുകൊണ്ട് അവിടെ ഈ മുല്ലപ്പൂ ഒന്നായിട്ട് ഭയങ്കര വലിയൊരു സംഭവമാണ്. അതുപോലെ ഇങ്ങനെ ഇരുന്ന് കോർക്കും. അതിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞിങ്ങോട്ട് ക്യൂട്ട്നെസ് ഓവർലോഡഡ് വാരി എറിയുന്നുണ്ടില്ലേ, ഇസ്മൈൻ്റെ കണ്ട ഗൈസ്. അപ്പോൾ അതിങ്ങനെ കെട്ടിയിട്ടാണ് ഓല് കോർക്കുക. അപ്പം അത് കണ്ടിട്ട് അതേപോലെ കോർത്ത് നോക്കിയതാണ് ഞാൻ. സംഭവം ഓക്കെ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ തലയിൽ ചുടി 4 തുള്ളൽ തുള്ളുമ്പോഴേക്കും അതിലുള്ളത് മുഴുവനും കൊയിഞ്ഞാടി നിലത്തേക്ക് വരും. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ തറവാട് ഇപ്പോൾ കുറച്ചായിട്ട് ഫുള്ള് പെയിൻ്റൊക്കെ അടിച്ച് നല്ല പുതിയ വാതിലുകളും ജനലൊക്കെ വെച്ചു. പുതിയ ഇത് മിററ്, വാഷ് ബേസിൻ, ടൈലൊക്കെ ഒട്ടിച്ച് മൊത്തത്തിലൊന്ന് റീടച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. മാമൻ്റെ കല്യാണമൊക്കെ ഉടനെ വരുന്നത് കൊണ്ടായിരിക്കും. അപ്പം ആ ഒരു ഇതൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര രസമാണ് ഫോട്ടോ എടുക്കാനൊക്കെ. ബാക്ക്ഗ്രൗണ്ട് നല്ല സെറ്റപ്പ് ബാക്ക്ഗ്രൗണ്ടൊക്കെ കിട്ടിയിരിക്കുന്നത്, നല്ല ക്ലിയർ ഉണ്ടാവും. കുറേ ലൈറ്റൊക്കെ വെള്ള ലൈറ്റ് പിടിപ്പിച്ചുകൊണ്ട്. പിന്നെ മെയിനായിട്ട് ഈ ഒരു മിറർ നല്ല ക്ലിയർ ആയിട്ട് നല്ല സെറ്റപ്പായിട്ട് കൊണ്ടുവന്ന മിററായിരുന്നു. അപ്പോൾ അത് കിട്ടിയപ്പം ഫുൾ അതിൻ്റെ മുന്നിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും ഒക്കെ. അങ്ങനെ നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള കോഴി ചുടാനായിട്ട് പോവാണ്. ഹാർട്ട് കാണൂ. ഇതെന്തിന്റെ ഹാർട്ടിന് ചേച്ചി മൊത്തത്തിൽ കുഞ്ഞ് ഫ്ലോപ്പാണ് ഗൈസ്. ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, എന്നിട്ട് അതന്നെ ഒരു 10 വട്ടം അങ്ങനെ കാണുക, സ്നാപ്പ് എടുക്കുക, അയച്ചു കൊടുക്കുക, ഇതൊക്കെയാണല്ലോ നമ്മളുടെ ഇപ്പോഴത്തെ സന്തോഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ.
അങ്ങനെ വൈകുന്നേരത്തെ ചായ കുടിയും കുളിയും ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ഫാസിലാത്ത പറഞ്ഞത്, നിങ്ങളെ പെരന്റെ ബാക്കിൽ എലിക്ക് വെച്ച കെണിയിൽ കുടുങ്ങിയത് എലിയല്ല, ഒരു കിളിയാണ്, ആ കിളി മരിച്ചിക്കണ് പറഞ്ഞ്. അപ്പൊ അത് കണ്ടപ്പോ എന്താണ് നോക്കാൻ വേണ്ടി ബാക്കിൽ ചെന്നപ്പോഴാണ് സംഭവം കണ്ടത്. ഈ ഒരു എലിക്കണി ഞാൻ ഫസ്റ്റ് ടൈം കാണുക കേട്ടോ. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ചെറിയ ഒരു പെട്ടി ഇരുന്നല്ലോ, അപ്പൊ അതിലൊരു തേങ്ങാപ്പൂള് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എലി കയറുമ്പോൾ പെട്ടെന്ന് ആ പെട്ടി അടയാണല്ലോ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ ഇതില് പെട്ടെന്ന് ആ കിളിന്റെ തലന്റെ ഭാഗത്താണ് കറക്റ്റ് ആയിട്ട് അത് കൊണ്ടത്. അപ്പൊ അത് മരിച്ചു പോയിക്കണേ. ആരാൻക്ക് വെച്ച സാധനം എടുക്കാൻ വേണ്ടി പോയതാണ്. ഇപ്പൊ മനസ്സിലായില്ല, അങ്ങനെ ആർക്കെങ്കിലും വെച്ച സാധനങ്ങളോ അല്ലെങ്കിൽ നമ്മളതല്ലാത്ത സാധനങ്ങളൊക്കെ കാണുമ്പോൾ ആക്രാന്തം മുത്ത് എടുക്കാൻ പോവരുത്. അത് കെണിയാണോ അല്ലെങ്കിൽ പണിയാണോ എന്ന് പറയാൻ പറ്റൂല. അങ്ങനെ വെല്ലിപ്പാനെ വിളിച്ചു കൊണ്ടെന്ന് വെല്ലിപ്പാക്ക കണ്ടപ്പോൾ സങ്കടമായി. ഒന്ന്, വിചാരിച്ച ആളെ പിടിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം. രണ്ട്, അതിന് പകരം ഒരു നിരപരാധി വന്ന് തല വെച്ചുകൊടുത്ത് മരിച്ചു എന്നുള്ള വേറൊരു സങ്കടം. അങ്ങനെ വെല്ലിപ്പ ആ കെണിന്ന് അതിനെ പുറത്തേക്ക് എടുത്തു. എനിക്കത് വലിയൊരു ശീലമില്ലാത്ത സാധനം ആയതുകൊണ്ട് എനിക്കത് എന്തൊക്കെ കാട്ടിയിട്ട് അതിന്റെ മെക്കാനിക്സ് അറിയാത്തത് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. വെല്ലിപ്പ എടുത്ത് കൈ തന്ന് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു പാവം തോന്നി. അപ്പൊ ഇതിനെ കൈ പിടിച്ചിട്ട് നേരെ നമുക്ക് കൊണ്ടുപോയിട്ട് തൊടുവിൽ വെക്കാൻ വിചാരിച്ചു. എനിക്ക് ജീവൻ ഉണ്ടെങ്കിലും ജീവൻ ഇല്ലെങ്കിലും പല്ലി, പാറ്റ, പശുന്ന് സോറി പല്ലി, പാറ്റ, പൂമ്പാറ്റ, കിളിയാള് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. അതാണ് ഞാൻ മെല്ലെ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോകണത്. അതൊക്കെ കഴിഞ്ഞ പിന്നെ നമ്മുടെ അടുത്ത ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ സ്കിൻ കെയറിലൊക്കെ ആണല്ലോ. സ്കിൻ ഇങ്ങോട്ട് കെയർ ചെയ്ത് ഇങ്ങോട്ട് പളവളാ തിളങ്ങും. ആര് രണ്ടാളെ കാണുമ്പോൾ മാത്രം, അല്ലാണ്ട് നമ്മൾ എന്നൊന്നും ഇത് ചെയ്യൂലല്ലോ. അപ്പൊ ഞങ്ങളെല്ലാരും കൂടി ഗോൾഡൻ പീൽ ഓഫ് മാസ്ക് ഇട്ടിട്ട് കണ്ണാടി മുമ്പ് പല പല കോപ്രായങ്ങൾ കാണിക്കുകയാണ്. ഇത് തീരെ വേദന ഉണ്ടാവില്ല, നല്ല സുഖമാണ്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഞാൻ ഓരോന്ന് പറഞ്ഞ് കുഞ്ഞിനെ കൊണ്ട് ഇടിപ്പിച്ചതാണ്. പക്ഷെ പറിക്കുമ്പോൾ നല്ല വേദനയായിരുന്നു. കുഞ്ഞിന്റെ വായിലിരിക്കുന്നത് മുഴുവനും ഞാൻ കേൾക്കേണ്ടി വന്നു. എന്നാലെന്താ സംഭവം, ഇട്ട് ഇങ്ങനെ പറിക്കുമ്പോൾ കുറെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ പുറത്ത് പോകുന്നില്ല. അങ്ങനെ 5-6 ദിവസത്തെ സുഖവാസത്തിന് ശേഷം നമ്മളിതാ തറവാട്ടിന് തിരിച്ചു വീട്ടിൽ പോകാനുള്ള ദിവസം എത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പോവാൻ നിൽക്കുകയാണ്. പോകാനായപ്പോക്കിനും ചെറുതായിട്ടൊരു സങ്കടമൊക്കെ ആയിട്ടു. കാരണം കുറെ ദിവസം അവിടെ അങ്ങനെ നിന്ന് വെല്ലിമ്മയും ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ട് നിന്നുകൊണ്ട് പോകുമ്പോൾ എന്തൊരു ചെറിയ വിഷമം. അങ്ങനെ പോകാൻ നിൽക്കുമ്പോഴാണ് പുതിയ 2 ആൾക്കാർ വന്നത്. നമ്മുടെ ആട് സിമ്പിളായിട്ട് 2 കുട്ടീനെ പ്രസവിച്ചു. ആട്ടും കൂടെ അങ്ങോട്ട് ഒരു പ്രസവാടായി മാറിയിരിക്കുന്നു. നല്ല രസമുള്ള 2 ക്യൂട്ട് കുട്ടികളായിരുന്നു. ഞങ്ങൾ 2 ആളും കൂടി അവിടെ പോയിട്ട് കുട്ടികൾ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ അതിനെ എടുത്ത് പുറത്തു കൊണ്ടുവന്ന് ഉമ്മാനും കുട്ടികളൊക്കെ പാല് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അപ്പോക്കിനും കുട്ടിക്ക് പേര് ഇട്ട് കിട്ടോ, കുഞ്ഞിമാളും കുഞ്ഞിച്ചക്കനും അങ്ങനെ 2 പേരൊക്കെ ഇട്ടിക്കണേ. ഒരാള് കുസൃതിയാണ്, ഒരാൾ വലിയ കുഴപ്പമില്ല, എന്നാലും കുറച്ച് കുസൃതിയാണ്. ഞാൻ അങ്ങനെ ആലോചിക്കണേ, മനുഷ്യ കുട്ടികളൊന്നും മുട്ടുകുത്തി എണീറ്റ് നടക്കണമെങ്കിൽ 1-2 വയസ്സൊക്കെ ആകും. പക്ഷെ ഇവര് രാവിലെ 2 പ്രസവിച്ചു, ഉച്ചയാകുമ്പോഴേക്കും എണീറ്റ് നിൽക്കും, വൈകുന്നേരം ആകുമ്പോഴേക്കും PT ഉഷനും തോപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് ഓടും. എന്തായാലേ പിന്നെ ഉമ്മാന്റെയും മോളെയും സ്നേഹപ്രകടനങ്ങളാണ് ഈ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. ഭയങ്കര സ്നേഹമാണ്. പക്ഷെ മോക്ക് വലിയൊരു മൈൻഡൊന്നും ഇല്ല തോന്നുന്നുണ്ട്. ഞാൻ വിചാരിച്ച ചെറിയ കുട്ടിയായിരിക്കും പ്രസവിക്കുമ്പോൾ, വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം വലിപ്പമുള്ള കുട്ടികളോട്ടോ പ്രസവിക്കുമ്പോൾ. പിന്നെ അതാ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ബാണ്ടക്കെട്ടൊക്കെ എടുത്ത് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇനുക്ക് ചെറുതായിട്ട് മുഖമൊക്കെ വാടാൻ തുടങ്ങി കേട്ടോ. കാരണം ഞങ്ങൾ വന്നത് ഓൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഓളെ പെരേന്ന് ഓൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ സ്നാപ്പ് എടുക്കലും വീഡിയോ എടുക്കലും നടക്കലും ഇരിക്കലും ഒക്കെ ആയപ്പോൾ പോകാൻ നേരമായപ്പോൾ നമുക്ക് കുറച്ചൊരു വിഷമമായി. പിന്നെ കുറച്ച് ക്യൂട്ട്നെസ് ഓവർലോഡഡ് എക്സ്പ്രഷൻസ് ഒക്കെ പഠിപ്പിച്ചു തന്നത് കണ്ണാടിന് മുമ്പ് ഇങ്ങനെ ചെയ്തു നോക്കുകയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അമ്മമ്മ വന്ന സമയത്ത് ഒരു വാഴപ്പഴം കൊണ്ടുവന്ന് വെച്ചിരുന്നു. കുറച്ച് വെള്ളമൊക്കെ തളിച്ചിട്ട് പോകാനാകുമ്പോഴേക്കും പഴുത്താൽ 2 വാഴപ്പഴം തിരയുന്നു എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം അത് എടുത്ത് തരുന്നു. ഭാഗ്യത്തിന് കുറച്ച് പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ ക്യാമറ പൊന്തിച്ചപ്പോൾ ഉമ്മ അത്രയൊക്കെ മതി നിങ്ങൾക്ക് വാഴപ്പഴം എന്ന് പറഞ്ഞ് നേരെ അകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ വെല്ലിപ്പാനോടും ഉമ്മമാനോടും ഇനുവിനോടൊക്കെ യാത്ര പറഞ്ഞ് തിരിച്ചിതാ വീട്ടിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. വെല്ലിപ്പാന്റെ വാഹനത്തിൽ കയറി ഞങ്ങൾ പറവറക്കുകയാണ്. മേലെ കൊണ്ടയാക്കിയിട്ട് അവിടുന്ന് വേണം ബസ്സൊക്കെ കയറി ഇനി വീട്ടിലോട്ട് പോകാൻ. അങ്ങനെ വെല്ലിപ്പാന്റെയും ഉമ്മമാന്റെയും തറവാട്ടിലുള്ള ദിവസങ്ങളൊക്കെ നിന്ന് കഴിഞ്ഞു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ചിതാ വീട്ടിലെത്തിയപ്പോൾ നവീദൊരു വലിയ മാങ്ങയും കൊണ്ട് ഞങ്ങളെ വളരെ പല എക്സ്പ്രഷൻസും ഇട്ട് കാത്തിക്കാണ്. കുഞ്ഞിനെ ഞാൻ നേരെ ഇതാ പെരീക്ക് കൊണ്ടുവന്നു. ഞോള് 2-3 ദിവസം ഇവിടെയും കൂടി നിന്നിട്ട് പോയിക്കോട്ടെ അരിച്ചിട്ട്. ഇതൊക്കെ ഇപ്പോൾ ക്ലാസ് ലീവ് ഉള്ളതുകൊണ്ട് വരികയാണ്, അല്ലെങ്കിൽ ഈ പരിസരത്തേക്കൊന്നും വരലില്ല.
അങ്ങനെ കയ്യോടെ ഞാൻ പിടിച്ചോണ്ടു 2 ദിവസം ഇവിടെയും കൂടി നിന്നിട്ട് പോയാൽ മതി വിചാരിച്ചിട്ട്. അപ്പൊ നൗറ വരുമ്പോൾ ആ മാങ്ങ ഉണ്ടെന്നീനു. അപ്പൊ ഇതുകൊണ്ട് ജ്യൂസ് അടിക്കാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഓരോ പ്ലാനൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു. നവീദിന് ഞാൻ പോകുമ്പോൾ ഭയങ്കര വിഷമായിരുന്നു, വന്നപ്പം മുഖത്തും ഒരു വിഷമം തന്നെയാണ് കണ്ടത്. ഞാൻ വന്ന അത്ര ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നുണ്ട്. പിന്നെ ഉമ്മച്ചി തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ കാട്ടിയിട്ട് ഒരു ജ്യൂസാന്നും പറഞ്ഞ് എന്തോ ഒരു സാധനമൊക്കെ അടിച്ച് തന്നിക്കണേ. അപ്പൊ അതൊക്കെ കുടിച്ചു. കുടിക്കണേന് മുന്നേ ക്യാമറ കാണുമ്പോക്കിന് ഇതാണോ എൻ്റെ എക്സ്പ്രഷൻ, വാവ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം തറവാട്ടിലെ യാത്രകളും അടിച്ചുപൊളികളും ഒക്കെ കഴിഞ്ഞ് നേരെ തിരിച്ചു വീട്ടിലോട്ട് വന്നു. എല്ലാം രസമായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.